തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. എടാ മരുവനെ, ശ്രേയമ്മയുടെ തിരക്കൊക്കെ കഴിഞ്ഞപ്പോ റിലാക്സ് ചെയ്യുന്ന സമയമായിരിക്കും. നീ വീടിന് മുന്നിൽ ചെന്ന് ശ്രേയ ഫോണിൽ വിളിക്കണം. ഞാൻ വിളിച്ച എടുക്കുന്ന സംശയം ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഫോണിൽ ഒരു മെസ്സേജ് അയക്കണം. ഞാൻ പുറത്ത് ഇപ്പുണ്ട്, എനിക്ക് അത്യാവശ്യം ഒരു കാര്യം പറയണം, പുറത്തേക്കൊന്ന് വരണമെന്ന്. ഓക്കെ, എന്നാ നീ ചെല്ലേ. അപ്പൊ ഞാൻ മഴ നനയത്തില്ലേ? നീയല്ലേ പറഞ്ഞത് മഴ നനഞ്ഞ ഒരു പ്രശ്നവും ഇല്ലെന്ന്. അതെ, പിന്നെ നീ മഴ നനഞ്ഞ് നിൽക്കുന്ന കാണുമ്പോ മാഡത്തിന് നിന്നോട് സെന്റിമെന്റ്സ് തോന്നും. ചെല്ല്. എന്തിനാണ് പേടിക്കുന്നേ? ചെല്ല്, ചെല്ലടാ. ഓ പോടാ. ശ്രേയമേടെ ഇറങ്ങി വരുന്നില്ലല്ലോ. എന്താ നമുക്ക് നമ്മളെ ഞാൻ എന്തൊക്കെ പറഞ്ഞു ഓട്ടിപ്പോയിച്ചാലും പിന്നാലെ വരും. ഒരു കണക്കിന് അത് നല്ലതാ. പറഞ്ഞനുസരിക്കുന്ന ഒരു ട്രെയിൻ ഡോഗിനെ പോലെ യൂസ് ചെയ്യാം. ആകാശം എന്താ മോളെ? ഒന്നുമില്ല, ആ ഭ്രാന്തൻ പുറത്തുനിന്ന് നിപ്പുണ്ട്. ഭ്രാന്തനോ? ഏത് ഭ്രാന്തൻ? വേറെ ആരാ? ആ മണ്ടൻ അരവിന്ദ്. മമ്മി പോയി കിടന്നു. ഇരുട്ടാ. ഇവനെന്താ
ശാന്തമാ, മാഡം പുറത്തു വന്നു. ഞാൻ കണ്ടതല്ലേ. എന്നിട്ട് ഡോർ അടച്ച് തിരിച്ചുപോയി. ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തു. ഉറങ്ങിന്നാ തോന്നുന്നേ. മഴയല്ലേ, മാഡം എങ്ങനെ ഇറങ്ങി വരാനാ? ശാന്തമാമ ഒരുമാതിരി വർത്താനം പറയില്ലേ, എനിക്ക് ദേഷ്യം വരുന്നു. അത് പിന്നെ അത്ര പെട്ടെന്നൊന്നും മാഡത്തെ കയ്യിലെടുക്കാൻ പറ്റില്ല. അതുപോലെ ഇന്നൊരു രാത്രി ഉണർന്ന് ലോകം അവസാനിക്കാനൊന്നും പോകുന്നില്ല. നാളെ നേരം വെളുക്കട്ടെ, മാഡം എവിടെയുണ്ടോ അവിടെ പോയി നമുക്ക് കണ്ട് സംസാരിച്ച് കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കാം. നല്ല മഴ, നമുക്കൊരെണ്ണം അടിച്ചാലോ? നീ ഒരെണ്ണം അടിക്കുന്നോ? സാധനം തീർന്നുവല്ലോ. നമുക്കിനി ഷാപ്പ് നടത്താം. Come on, come on boy, വാ.